ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതെന്നെ ഇമോഷണലി ഡൗൺ ആക്കി പെട്ടെന്ന് തന്നെ. പറയുമ്പോൾ ഇത്തിരി കുറച്ചധികം വിഷമമുണ്ട്. കാരണം ദാറ്റ്സ് ഓക്കെ അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ഡാൻസ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളത്. പിന്നെ ഞാൻ കരുതി എൻ്റെ എല്ലാ സന്തോഷങ്ങളും എൻ്റെ ജേണി ഫുൾ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഒരു സങ്കടം ഉണ്ടായാലും ഒരു ചലഞ്ച് ഉണ്ടായാലും അത് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. സോ അങ്ങനത്തെ ഒരു സങ്കടം ആക്ച്വലി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എൻ്റെ ഫസ്റ്റ് ഡാൻസ് കവർ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ഇതുപോലെ ഒരു ഓണക്കാലത്ത് 5 വർഷം മുന്നേ ചെയ്തൊരു ഡാൻസ് കവറാണ് നമ്മുടെ വർഷയും കാർത്തിയുടെയും കൂടെ. അതിന്ന് കാലത്തെ റിമൂവ് ആയിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ നിന്ന്. പറയുമ്പോൾ ഇത്തിരി കുറച്ചധികം വിഷമമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ഡാൻസ് ആണല്ലോ, നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഡാൻസ് ആണ്. ആ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നതും എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും വ്യൂവർഷിപ്പ് കിട്ടിയ വൺ ഓഫ് ദ വീഡിയോയും കൂടിയാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റായി, ഭയങ്കര വിഷമമായി പോയി. കാരണം കാർത്തിന്ന് ജസ്റ്റ് രാവിലെ അതിൻ്റെ ഡാൻസ് കവർ ഒരു ഭാഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ആയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഓക്കെ ഒന്ന് പോയിട്ട് ഫുൾ വീഡിയോ കാണാമെന്ന്. അങ്ങനെ ഞാൻ എടുത്തു നോക്കുമ്പോൾ വീഡിയോ കാണാനില്ല. ദെൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് വീഡിയോ ആക്ച്വലി അതിന് കുറച്ച് നേരം മുന്നേ റിമൂവ് ആയേ ഉള്ളൂ. മ്യൂസിക് സോൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഒരു സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് ഓണർ. അപ്പോൾ 5 വർഷമായി അതിപ്പോൾ എൻ്റെ ചാനലിൽ കിടക്കുന്നത്. പക്ഷേ ഇന്ന് 5 വർഷത്തിന് ശേഷം അവരത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയ പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ ഒരു ഡാൻസ് കവറും ഒരു ഭാഗമായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒറിജിനൽ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 10 മില്യൺ വ്യൂസ് ആണ്. പക്ഷെ നമ്മുടെ ഡാൻസ് കവറിൻ്റെ വ്യൂസ് 13 മില്യൺ ആണ് വന്നിരിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും ആ ഒരു സോങ് കുറേ ആൾക്കാരിലേക്ക് എത്തുകയല്ലേ ചെയ്തത്. ഒരുപാട് തമിഴ് ഓഡിയൻസും തെലുങ്ക് ഓഡിയൻസും അങ്ങനെ ഒരുപാട് ഓഡിയൻസ് നമ്മുടെ ആ ഒരു ഡാൻസ് കവർ ഒന്ന് കണ്ടിട്ട് വന്നവരുണ്ട്. ആ സോങ്, ഒറിജിനൽ സോങ് പോയിട്ട് കേട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. ആൻഡ് അതിലെന്തെങ്കിലും നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെയും ഇനിയിപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേർക്കൊന്നും അറിയുന്നുണ്ടാവും, നമ്മൾ ഡാൻസ് ക്രിയേറ്റേഴ്സിന് ഒരു പെർട്ടിക്കുലർ സോങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്കുള്ളതല്ല, അതിൻ്റെ ഒറിജിനൽ ഓണേഴ്സിനുള്ളതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ആ 13 മില്യൺ വ്യൂസ് പോലും അവർക്കത് ക്ലെയിം ചെയ്യാം, അതെനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടെയാണ്. നമ്മൾ പക്ഷേ നമ്മുടെ ഒരു എഫേർട്ട് ഇട്ട് നമ്മുടെ ഒരു കൊറിയോഗ്രാഫി ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ആർട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു സോങ് എടുത്ത് നമ്മൾ ചെയ്യുന്നത് പോലും. ആൻഡ് ആസ് എ ഡാൻസ് ക്രിയേറ്റർ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊന്നും അതിൽ നിന്നൊരു ബെനിഫിറ്റും കിട്ടാറില്ല. കാരണം അത് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ക്യാമറമാൻ, എഡിറ്റിംഗ്, കോസ്റ്റ്യൂം എല്ലാം ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റ്സും കിട്ടലില്ല. ആൻഡ് അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതെന്നെ ഇമോഷണലി ഡൗൺ ആക്കി പെട്ടെന്ന് തന്നെ. കാരണം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഫസ്റ്റ് വീഡിയോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്, ഏതൊരു കാര്യം ചെയ്യാൻ ഒരു സംഭവം റീസൺ ആവുമല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു വീഡിയോൻ്റെ ആ ഒരു ഇനീഷ്യൽ റീച്ചാണ് എപ്പോഴും എൻ്റെ ജേണിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കുന്ന വീഡിയോ തന്നെ സ്ട്രൈക്ക് തന്ന് പോകുമ്പോൾ നല്ല വിഷമമായി. ആൻഡ് അത് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവരൊരു മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ ഡയറക്റ്റ്ലി അത് സ്ട്രൈക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് ചെയ്യുന്നത്. അറിയുന്നുണ്ടാവും, സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റിസ്കിലാണ്, നമുക്കത് എപ്പോൾ വേണമെങ്കിലും ചാനൽ പോകാം. ഓക്കെ, 2 സ്ട്രൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ എന്നേക്കായിട്ട് പോകും. നമ്മുടെ ഇയേഴ്സ് ഹാർഡ് വർക്ക് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ ചാനൽ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചാനലിൽ വരുന്ന രീതിയിൽ പോലും അങ്ങനെ അവർ റിയാക്ട് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദം, മ്യൂസിക് സോൺ, ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദം. ബട്ട് ഓണസ്റ്റ്ലി എനിക്ക് തോന്നി
നമ്മുടെ ആ ഒരു ആർട്ട് കാരണം ആ ഒരു സോങ് അല്ലേ റീച്ച് ആയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് അവർക്ക് അതെങ്കിലും കൺസിഡർ ചെയ്യായിരുന്നില്ലേ എന്നുള്ളതാണ്. നോ നീഡ് ഫോർ എനി മോണിറ്ററി ബെനിഫിറ്റ്സ്, ബട്ട് സ്റ്റിൽ ആ ഒരു ആർട്ട് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് എങ്കിലും തന്നിരുന്നെങ്കിൽ അത് നന്നായേനെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് അത് മാത്രമല്ല, അതിനുശേഷം ഞാൻ മെയിൽ ചെയ്തിട്ട് പോലും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ദേ ഹാവ് അപ്ലോഡഡ് എ ന്യൂ റിമിക്സ് വീഡിയോ സെയിം സോങ്ങിൽ. അപ്പോൾ ഈ ഓണക്കാലമാണ്, അപ്പോൾ ആ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവർഷിപ്പ് ചിലപ്പോൾ സ്പ്ലിറ്റായി പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, എന്നുള്ളത് കൊണ്ടായിരിക്കാം. ബട്ട് നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ ഓഡിയൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആ ഒരു വീഡിയോ കണ്ട് എപ്പോഴും 2002-ൽ 3-ൽ 4-ൽ 5-ൽ എപ്പോൾ ഓണം വന്നാലും പോയിട്ട് എല്ലാവരും അതിൽ കമൻറ്റ് ചെയ്യും. 2022-ൽ കാണുന്നവരുണ്ടോ, 23-ൽ കാണുന്നവരുണ്ടോ, 4-ൽ കാണുന്നവരുണ്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ആക്ച്വലി നമുക്ക് തന്നെയാണ് സന്തോഷം. പക്ഷേ ഈ വർഷം അത് റിമൂവ് ആയിരിക്കുകയാണ്. ആൻഡ് അതിൽ ഏറ്റവും സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണം സെലിബ്രേഷൻ 2 ദിവസം മുന്നേ ആയിരുന്നു സ്റ്റുഡിയോൻ്റെ നടന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ അറിയാം എനിക്ക് എത്രത്തോളം ആ ഒരു ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം എൻ്റെ കുട്ടികൾ 2 പേര് ആ ഒരു ഡാൻസ് കവർ റീക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ മുന്നിൽ അത് ഷോക്കേസ് ചെയ്തു. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞതാണ് എല്ലാം തുടങ്ങിയത് ഈ ഒരു വീഡിയോ എന്നാണെന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ തന്നെ പോവാന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന്. പക്ഷേ അത് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് മ്യൂസിക് ക്രിയേറ്റേഴ്സ് ആൻഡ് ഡാൻസ് ക്രിയേറ്റേഴ്സിനോടാണ്. സി, എ സോങ് നീഡ്സ് ഡാൻസേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് നീഡ് മ്യൂസിക്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഇപ്പോൾ പല പാട്ടുകളും കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള പല കാരണങ്ങളും പല കൊറിയോഗ്രാഫേഴ്സിന് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഡാൻസേഴ്സിന് അതുകൊണ്ട് പറ്റിയിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സോങ് ആയിട്ട് ഒരുപാട് വൈഡർ ഓഡിയൻസിലേക്ക് പോകാനായിട്ട്. കാരണം അവരത് റിപ്പീറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് കുറേ ഓഡിയൻസിലേക്ക് പോകുമ്പോൾ ആ സോങ്ങാണ് ഫെമിലർ ആവുന്നത്. എല്ലാ ഡാൻസേഴ്സിനും എല്ലാ ഡാൻസ് ക്രിയേറ്റേഴ്സിനും ഒരു സോങ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ആർട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോങ് ക്രിയേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ തന്നെ ഒരുപാട് മലയാളം സോങ്സ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നു, എഫേർട്ട് ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യാനുള്ളൊരു പെർമിഷൻ സോങ് ലേബിൾസ് തന്നില്ല എന്നുണ്ടെങ്കിൽ, ലേബിൾസ് കോപ്പിറൈറ്റ് അവർക്കാണ്. വി ഡോണ്ട് നീഡ് എനി മണി ഫ്രം ദാറ്റ് ആൻഡ് വി ഡോണ്ട് വാണ്ട് എനി മോണിറ്ററി ബെനിഫിറ്റ്സ് ഫ്രം ദാറ്റ്. ബട്ട് സ്റ്റിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം പോലും തരുന്നില്ല. ആൻഡ് അതിൽ സ്ട്രൈക്ക് തന്നതിലാണ് എനിക്ക് കുറച്ചല്ല നല്ല രീതിയിൽ വിഷമമായി പോയത്. അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് ഇൻഫോം us ലൈക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ ഐ ക്യാൻ ടേക്ക് ഡൗൺ ദ വീഡിയോ എനിക്ക് അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരത്തില്ല. പക്ഷെ സ്ട്രൈക്ക് വരുമ്പോൾ എൻ്റെ ആ ഒരു ചാനലിനാണ് അത് എഫക്റ്റ് ആയത്. അപ്പോൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ചെയ്യിക്കുന്ന ഒരു കണ്ടന്റ് അല്ല എൻ്റേത്. ഞാൻ എൻ്റെ ഒരു ആർട്ട് അവിടെ എൻ്റെ ഒരു ആർട്ട് സ്പേസിൽ നിന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവർക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു കോണ്ടൻ്റാണ്, അങ്ങനത്തെ ഒരു ചാനലാണ് എൻ്റേത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനലിൽ അങ്ങനെ എഫക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ അത് ഈവൻ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ആ ഒരു ഡാൻസ് വീഡിയോ കാരണം അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ദേ ക്യാൻ ഓൾസോ ക്ലെയിം ദാറ്റ് എമൗണ്ട്, ഓൾസോ ക്ലെയിം ദാറ്റ് വീഡിയോ. അവരത് ക്ലെയിം ചെയ്യാതെ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ആ തോട്ട് എടുത്തതെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എല്ലാവരും ഓണത്തിന് അത് പോയി നോക്കാറുണ്ട്, ആ വീഡിയോ കാണാറുണ്ട്. ഇപ്പോഴും ആൾക്കാർ അത് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളിനി നോക്കുമ്പോൾ ഈ ഓണത്തിന് ആ വീഡിയോ കാണത്തില്ല. അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോ ഇനി മുതൽ ഈ ചാനലിലില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനും ഞാൻ റെസ്പോൺസിബിൾ ആണ്. എൻ്റെ ആ ഒരു വിഷമവും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം. നിങ്ങളുടെ അടുത്തല്ലാതെ എനിക്ക് വേറെ ആരുടെ അടുത്ത് പറയാൻ പറ്റും. കാരണം എൻ്റെ ജേണി ഫ്രം 0 to what I am now എന്നുള്ളത് നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ആരോടടുത്താ പറയാ, നിങ്ങളുടെ അടുത്തല്ലേ പറയുന്നത്. എന്തോ ഭയങ്കരമായിട്ട് അത് വിഷമമായി. കാരണം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് എല്ലാ ഡാൻസ് ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആർക്കും ഒരു സിംഗിൾ പെനിയും ഒരു ഡാൻസ് വീഡിയോന്ന് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലെസ് ആ മ്യൂസിക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താവണം, നമ്മൾ ക്രിയേറ്റ് ചെയ്താവണം, അതിൻ്റെ ഫുൾ ഓണർഷിപ്പ് നമുക്കുള്ളതാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് നമുക്ക് അങ്ങനത്തെ ഓണർഷിപ്പ് ഇല്ല.
അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പേസ് ഡിനേ ആകുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു ബ്ലോക്കേജ് ആൾക്കാർ തരുന്നേ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആൻഡ് ഈവൻ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും അവർ തിരിച്ച് റിപ്ലൈ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് ഇതിന്ന് ഒന്നും തീരുന്നില്ലല്ലോ. ബട്ട് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അനദർ വീഡിയോ ഫോർ മീ. അതുകൊണ്ടാണ് എൻ്റെ വിഷമം. ദാറ്റ്സ് ഓക്കെ അല്ലേ. നമ്മൾ ഇനിയും കുറേ നല്ല നല്ല ഡാൻസ് വീഡിയോസ് ചെയ്യും, കുഴപ്പമില്ല അല്ലേ. കണ്ടോ, എനിക്ക് മനസ്സിലായില്ലേ, ശരിക്കും പറഞ്ഞാൽ ഹൈ റിസ്ക്കിയാണ്. കാരണം നമ്മൾ വേറൊരു സോങ് എടുത്ത് നമ്മളതിൽ എക്സ്പ്രസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചലഞ്ചസ് കണ്ടോ. ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ എല്ലാത്തിലും ഉണ്ട് ചലഞ്ച്. പക്ഷേ ഇങ്ങനെയും കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചധികം എഫക്റ്റ് ആകുന്നു. സോ ഇത് ലൈക്ക് അവർക്കൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനോ, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദം, ബിക്കോസ് ദേ ഓൾ ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട് ദർ മ്യൂസിക്. അവർ ഓക്കെ, സൗകര്യമില്ല, നിങ്ങൾക്ക് അത് ചെയ്യണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് അവരെടുത്തേക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ എടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഒന്ന് ഇത്രയും നാളും ആ വർഷങ്ങളായിട്ട് കിടന്നപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിക്കിനെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മളൊരു ഭാഗമായതിന് അവർക്ക് സ്ട്രൈക്ക് തരാതെ ടേക്ക് ഡൗൺ ചെയ്യാൻ ഒന്ന് മെയിൽ ചെയ്താൽ മതി. ബിക്കോസ് യൂട്യൂബിൽ എൻ്റെ മെയിൽ ID ഉണ്ട്, ഒന്ന് മെയിൽ ചെയ്താൽ മതിയായിരുന്നു. ദാറ്റ്സ് ഓക്കെ അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ഡാൻസ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതിലൊന്നും ഞാൻ തളരില്ല, തളരാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ തളർന്നിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല. കാരണം എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പാണ് എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പേരുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വിഷമം വന്നപ്പോൾ ഹേർട്ടായിട്ടിരിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നത്? സാരമില്ല അല്ലേ. പക്ഷെ അത് ഈ ഒരു സെയിം ഓണത്തിന് തന്നെ ആയതുകൊണ്ട് എത്ര വിഷമം. 5 വർഷം മുന്നേ ഒരു ഓണത്തിന് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ആ സെയിം വീഡിയോ തന്നെ 5 വർഷങ്ങൾക്ക് ഇപ്പുറം ആ വീഡിയോ പോയി എന്നുള്ളൊരു സാധനമില്ലേ, ആ ഒരു വിഷമം, അത്രേ ഉള്ളൂ. യെസ്, ഞാൻ തളരില്ല ഗൈസ്. ഇനിയും ഒരുപാട് ഡാൻസ് കവേഴ്സായിട്ട്, ഡാൻസ് വീഡിയോസായിട്ട്, ഒരുപാട് ട്യൂട്ടോറിയൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്, ബിക്കോസ് ആ ഒരു പെർട്ടിക്കുലർ ഡാൻസ് കവർ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തതിനും അതിൻ്റെ മെമ്മറീസ് ഇപ്പോഴും കൊണ്ടുകൊണ്ട് നടക്കുന്നതിലെല്ലാം താങ്ക് യു സോ മച്ച്. ആൻഡ് എന്നെ സ്റ്റിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് ആൻഡ് ഹ്യൂജ് ഹഗ്സ്. നിങ്ങളാണ് എൻ്റെ എല്ലാം, നിങ്ങളുള്ളതുകൊണ്ടാണ് എല്ലാം. ഗൈസ്, അപ്പോൾ ഇനിയും തളരാതെ ഞാൻ ഒരുപാട് ഡാൻസ് കവേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.